അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് മത്തൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മത്തൻ്റെ ഇല പറിച്ചെടുക്കാനായിട്ടുണ്ട് വന്നതാണ്. ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന്മേൽ മത്തന് കായ്ച്ചിട്ടില്ല. കുറച്ച് ഇല നുള്ളി കൊടുത്താൽ ചിലപ്പം കായ്ക്കും. അപ്പോൾ നമുക്ക് ഇതിന്മേൽ കുറച്ച് ഇല നുള്ളിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ മത്തൻ്റെ ഇല ഞാനിവിടെ നുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല ഒരു പിടിയാണ് നുള്ളി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പിടിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പിച്ചെടുക്കണം. ഈ ഓരോരോ ഇല എടുത്തിട്ട് ഇതേപോലത്തെ ഈ തണ്ട് എടുക്കണവരും ഉണ്ട്, എടുക്കാത്തവരും ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ നരമ്പ് എടുക്കണില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പിച്ചെടുത്ത് വരാം. നമുക്കിതുപോലത്തെ ഇല എടുത്തിട്ട് ഇതുപോലെ ഈ നരമ്പ് പെടാതെ ഇല മാത്രം ഇതുപോലെ പിച്ചെടുക്കണം. ചിലവരിത് ഒന്നായിട്ട് കൂട്ടി അരിഞ്ഞിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കൽ. പക്ഷെ ഞാനിപ്പോൾ ഇതിൻ്റെ നരമ്പൊന്നും എടുക്കണില്ല. ഇതിൻ്റെ ഇല മാത്രം ഞാൻ എടുക്കണുള്ളൂ. മത്തൻ്റെ ഇല നമ്മൾ താളിക്കാടുക്കുമ്പോൾ നല്ല ഇളയ ഇല നോക്കിയിട്ട് എടുക്കണം. മൂത്ത ഇല എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇളയ ഇലയാണ്. അങ്ങനെ തന്നെ നമ്മുടെ മത്തൻ്റെ ഇല ഞാനിവിടെ പിച്ചെടുത്തതിന് ശേഷം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായി പിച്ചിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിച്ചീൻ്റെ ശേഷം ഞാനതൊന്നും കൂടെ നമ്മളെ കയ്യായിട്ട് ഒന്നും കണ്ട് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, 2 പച്ചമുളക്. ഇനി നമുക്കിത് മൂന്നും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് ചെറുതായി പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കൂലേ, അതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളിയാണ്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മളെ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇല ഞാൻ ഈ ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നമ്മുടെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ തേങ്ങയും ഈ മത്തൻ്റെ ഇലയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് കണ്ട് നമ്മളെ കൈയായിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഇതാ മത്തൻ്റെ ഇലയും നമ്മുടെ ചമ്മന്തിയും കൂടെ ഞാനിവിടെ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇല നമുക്ക് എങ്ങനെ താളിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് മത്തൻ്റെ ഇല. മത്തൻ്റെ ഇല ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലവർക്കൊന്നും അത്ര പിടിക്കൂല, ഇതിൻ്റെ ചൊയൊന്നും അത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞേക്കാം ചിലവർ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമുക്ക് കഞ്ഞിരാളത്തിലൊക്കെ തൂമിച്ചിട്ട് കഞ്ഞിരാളം ഒഴിച്ചിട്ടൊക്കെ മത്തൻ്റെ ഇല ഇട്ട് കൊടുത്താലൊക്കെ അത് കൂട്ടിയിട്ട് തന്നെ നമുക്ക് വയറ് നിറയെ ചോറ് തിന്നാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു ഉണക്കമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് പാകത്തിന് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കടുക് നല്ലോണം പൊട്ടിയതിൻ്റെ ശേഷം നമുക്കിവിടെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഞാൻ ഒരു ഉണക്കമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ഉപ്പേരി ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ മത്തന് മുളപ്പിച്ചെടുക്കൽ നമ്മളെ വീട്ടിലേക്ക് സാമ്പാർ കഷ്ണം കൊണ്ടുവരുമല്ലോ, സാമ്പാറൊക്കെ വെക്കാൻ. അപ്പോൾ അതിലുണ്ടാകുമ്പോൾ നല്ല മൂത്ത മത്തൻ്റെ കുരു, ചെറിയ കഷ്ണങ്ങളാവും സാമ്പാർ കഷ്ണത്തിലുള്ള മത്തൻ്റെ കഷ്ണം, എന്നാലും നല്ല കുരു നല്ല മൂത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കുഴിച്ചിട്ടിട്ട് മുളപ്പിച്ചിട്ടാണ് ഞങ്ങൾ മത്തൻ പള്ളിയൊക്കെ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ അത് കുഴിച്ചിട്ടുമ്പോൾ തന്നെ മത്തൻ കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, മത്തൻ്റെ ഇലയെങ്കിലും തിന്നാന്നുള്ളൊരു ആഗ്രഹത്തിലാവും ഞങ്ങളത് ഉണ്ടാക്കൽ. അങ്ങനെയാണ് ഞങ്ങൾ മത്തൻ്റെ വള്ളിയൊക്കെ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റിയായ മത്തൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ ഉപ്പേരി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇല കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ് മത്തൻ്റെ ഇല ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ. മത്തൻ്റെ ഇല നമുക്ക് ഏത് രൂപത്തിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിൽ കഞ്ഞിര വെള്ളമൊക്കെ ഒഴിച്ചിട്ട് താളിച്ച് അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കിയാലും മത്തൻ്റെ ഇല നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്.